നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കടലിന്റെ ഒരു വലിയ എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്തൊരു രഹസ്യത്തെക്കുറിച്ചാണ്. ബൈ ക്യാച്ച്, അതായത് ലക്ഷ്യം വെക്കാതെയുള്ള മത്സ്യബന്ധനം. നിങ്ങൾ കഴിക്കുന്ന ഒരു പ്ലേറ്റ് ചെമ്മീൻ ഫ്രൈയുടെ പിന്നിൽ ഒരുപക്ഷെ കൊല്ലപ്പെട്ട ഒരു കടലാമയുടെ കഥയുണ്ടാവാം. ശരിയാണ്. അതൊരു തരം മറഞ്ഞിരിക്കുന്ന ദുരന്തമാണ്. നമ്മളെല്ലാം കടലെന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്നതെന്താ? നല്ല നീല നിറം, ഭംഗിയുള്ള മീനുകൾ, പവിഴപ്പുറ്റുകൾ. പക്ഷേ ആ ഭംഗിയുടെ താഴെ മത്സ്യബന്ധനം എന്ന വലിയൊരു വ്യവസായം അറിയാതെ തന്നെ ചില മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ കോവളത്തെ ബോണ്ട് സഫാരി നൽകിയ ചില വിവരങ്ങളും രേഖകളുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇതാണ്. എന്താണ് ഈ ബൈ ക്യാച്ച്? അതെങ്ങനെ നമ്മുടെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ഇങ്ങനെ നിശബ്ദമായി തകർക്കുന്നു? പിന്നെ ഏറ്റവും പ്രധാനമായി, ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നമുക്കിതിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ബൈ ക്യാച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ലളിതമാണ്. മീൻപിടുത്തക്കാർ ഒരു പ്രത്യേകതരം മീനിനെ അതിനെ മാത്രം ലക്ഷ്യം വെച്ച് വലയെറിയുന്നു. പക്ഷേ ആ വലയിൽ അവർക്കാവശ്യമില്ലാത്ത മറ്റു പല ജീവികളും വന്നുകുടുങ്ങുന്നു. ഇതൊരു അബദ്ധമാണ്, പക്ഷേ വിനാശകരമായ ഒരു അബദ്ധം. അതായത് ഇപ്പോ ട്യൂണയെ പിടിക്കാൻ പോകുമ്പോൾ കൂടെ ഡോൾഫിനുകളും സ്രാവുകളും ആമകളുമൊക്കെ വലയിൽപ്പെടുന്നു. കൃത്യമായി. ടൂണയെയോ അല്ലെങ്കിൽ ചെമ്മീനിനെയോ ലക്ഷ്യമിട്ട് ഭീമാകാരമായ വലകൾ വിരിക്കുമ്പോൾ ആ വഴിയിൽ വരുന്നതെന്തും അതിൽ കുടുങ്ങാം. കടൽ പക്ഷികൾ, പിന്നെ നമ്മൾ കടൽ പശുക്കൾ എന്നറിയപ്പെടുന്ന ഡുഗോങ്ങുകൾ, എന്തിന് ഭാവിയിൽ വളർന്നു വലുതാകേണ്ട കോടിക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ വരെ. ഇതൊന്നും അവർക്ക് ആവശ്യമുള്ളവയല്ല. പക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം അതല്ല. ഈ രേഖകളിൽ പറയുന്നത് ഇങ്ങനെ കുടുങ്ങുന്ന ജീവികളെ ട്രാഷ് ക്യാച്ച് അഥവാ ചപ്പുചവറുകൾ എന്നാണ് അവർ വിളിക്കുന്നതെന്നാണ്. ജീവനുള്ളവയെ വെറും ചവറുപോലെ കാണുന്നത് ഒന്നോർത്തുനോക്കൂ. എന്നിട്ട് അവയെ മിക്കവാറും ചത്തതോ ചാവാറായതോ ആയ അവസ്ഥയിൽ തിരികെ കടലിലേക്ക് തന്നെ വലിച്ചെറിയുന്നു. ഇതൊരു ഭീമമായ പാരിസ്ഥിതിക ദുരന്തമാണ് ശരിക്കും. ആഗോളതലത്തിൽ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ സമുദ്രജീവികളാണിങ്ങനെ വെറുതെ പാഴായി പോകുന്നത്. ഇതിൽ സാധാരണ മത്സ്യങ്ങൾ മാത്രമല്ല, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ പോലുമുണ്ട്. സാമ്പത്തികമായി ഒരു വിലയുമില്ലാത്തതുകൊണ്ട് അവയുടെ ജീവനും ഒരു വിലയുമില്ലാതാകുന്നു. അപ്പോ ഇത് കുറച്ച് ജീവികൾ അബദ്ധത്തിൽ മരിക്കുന്നു എന്നതിനേക്കാൾ വളരെ വലുതാണ്. ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് ഇത് കടലിലെ ഭക്ഷ്യശൃംഖലയെ തന്നെ തകർക്കാൻ കഴിവുള്ള ഒന്നാണെന്നാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? തീർച്ചയായും. കടലിലെ ഭക്ഷ്യശൃംഖല ഒരു ചങ്ങല പോലെയാണ്. നമുക്കറിയാമല്ലോ, അതിലെ ഓരോ കണ്ണിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈ ക്യാച്ച് ചെയ്യുന്നത് ഈ ചങ്ങലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ണികളെയാണ് മുറിച്ചുമാറ്റുന്നത്. ഉദാഹരണത്തിന് സ്രാവുകളെ പോലുള്ള കടലിലെ ഏറ്റവും പ്രധാന ഇരപിടിയന്മാർ, അതായത് ഏപെക്സ് പ്രെഡേറ്റേഴ്സ്. അവർ ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൂഹിക്കാമോ? ഓ, അവ നിയന്ത്രിച്ചിരുന്ന മറ്റ് ജീവികളുടെ എണ്ണം പെട്ടെന്ന് കൂടും. ഒരു ബാലൻസ് അത് മൊത്തത്തിൽ തെറ്റും. ഇടത്തരം മത്സ്യങ്ങളുടെ എണ്ണം പെരുകുന്നു. ഈ മത്സ്യങ്ങൾ പിന്നെ കടൽ പുല്ലുകളും പവിഴപ്പുറ്റുകളെ ആശ്രയിക്കുന്ന ആൽഗകളും മറ്റും ഭ്രാന്തമായി തിന്നു തീർക്കും. അതായത് കടലിന്റെ അടിത്തട്ടിലെ കാടുകൾ തന്നെ ഇല്ലാതാവുന്നു. ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണല്ലേ ഇത്? അതുതന്നെ. ഇത് പവിഴപ്പുറ്റുകളുടെ നാശത്തിലേക്കും ഭക്ഷ്യശൃംഖലയുടെ ആകെ തകർച്ചയിലേക്കും നയിക്കും. അതുപോലെ കടലാമകൾ ഇല്ലാതാവുന്നത് കടൽപ്പുല്ലുകളുടെ ആരോഗ്യത്തെയും മോശമായി ബാധിക്കും. ഇതിന്റെ എല്ലാം അവസാനം ആരെയാ ബാധിക്കുക? വാണിജ്യ മത്സ്യബന്ധനത്തെ തന്നെയാണ്. പ്രജനനം നടത്താൻ പോലും പ്രായമാകാത്ത മത്സ്യക്കുഞ്ഞുങ്ങളെ മുഴുവൻ പിടിച്ചു തീർത്താൽ പിന്നെ ഭാവിയിൽ പിടിക്കാൻ എവിടെ നിന്നാണ് മീൻ ഉണ്ടാവുക? അപ്പോൾ ഇതിന്റെയൊക്കെ ആകത്തുക എന്താണ്? നമ്മൾ ഭാവിയുടെ അന്നമാണ് ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ രേഖകളിൽ 3 പ്രധാന വില്ലന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 3 വിനാശകരമായ മത്സ്യബന്ധന രീതികൾ. അതിലൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നും: ബോട്ടം ട്രോളിംഗ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുൾഡോസറിന് തുല്യമാണ്. കടലിന്റെ അടിത്തട്ടിലൂടെ ഭീമാകാരമായ ഭാരമുള്ള വലകൾ വലിച്ചിഴയ്ക്കുന്ന ഒരു രീതിയാണത്. ചെമ്മീനും പരന്ന മത്സ്യങ്ങളുമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതിന്റെ വഴിയിൽ വരുന്നതെന്തിനേയും അത് പിടിച്ചെടുക്കും, നശിപ്പിക്കും. ഓഹോ, അതായത് കടലിന്റെ അടിത്തട്ടിലെ ഒരു ആവാസ വ്യവസ്ഥയെ ഒന്നാകെ ഉഴുതുമറിക്കുന്നത് പോലെ. അവിടെയുള്ള പവിഴപ്പുറ്റുകളും സ്പോഞ്ചുകളും കടൽപ്പുല്ലുകളും ഒന്നും പിന്നെ ബാക്കിയുണ്ടാവില്ല. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട ആവാസവ്യവസ്ഥയാണ് മണിക്കൂറുകൾ കൊണ്ട് നശിക്കുന്നത്. അടുത്തതാണ് ഗിൽ നെറ്റുകൾ. ഇവയെ അക്ഷരാർത്ഥത്തിൽ മരണത്തിന്റെ മതിലുകളെന്ന് തന്നെ വിളിക്കാം.
വെള്ളത്തിലിങ്ങനെ ലംബമായി ഏകദേശം കണ്ണിന് കാണാനാമാത്ത രീതിയിൽ തൂങ്ങിക്കിടക്കുന്ന വലകളാണിവ. മീനുകൾ അതിലൂടെ നീന്താൻ ശ്രമിക്കുമ്പോൾ അവയുടെ ചെകിളപ്പൂക്കൾ ഈ വലയിൽ കുടുങ്ങിപ്പോകും. ഡോൾഫിനുകളെയും തിമിംഗലങ്ങളെയും പോലുള്ള സസ്തനികൾക്ക് ഇത് കൂടുതൽ അപകടകരമാവുമല്ലോ. കാരണം അവയ്ക്ക് ശ്വാസമെടുക്കാൻ മുകളിലേക്ക് വരേണ്ടതുണ്ട്. വലയിൽ കുടുങ്ങിയാൽ പിന്നെ അതിന് സാധിക്കാതെ വരും. അതെ, അവ ശ്വാസം മുട്ടി മരിക്കുന്നു. സങ്കടകരമാണത്. മൂന്നാമത്തെ രീതി ലോങ് ലൈനുകൾ. അതൊരു കെണിയല്ല, മറിച്ച് ആയിരക്കണക്കിന് ഇരകളെ ഒരുമിച്ചു വെച്ച് പ്രലോഭിപ്പിക്കുന്നൊരു രീതിയാണ്. ആ, കിലോമീറ്ററുകൾ നീളമുള്ള ഒരു പ്രധാന ലൈനിൽ നിന്ന് ആയിരക്കണക്കിന് ചൂണ്ടകുളത്തുകൾ തൂങ്ങിക്കിടക്കുന്നൊരു സംവിധാനമല്ലേ? അതെ, പ്രലോഭനം തന്നെയാണ് ശരിയായ വാക്ക്. ട്യൂണയും വാൾമത്സ്യത്തെയും ലക്ഷ്യം വെക്കുമ്പോൾ ആ ഇരയുടെ മണം പിടിച്ച് പാവം കടൽ പക്ഷികളും ആമകളും അതിൽ വന്നു കുടുങ്ങുന്നു. അപ്പോ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് രീതികളും അടിത്തട്ട് നശിപ്പിക്കുന്നത്, ശ്വാസം മുട്ടിക്കുന്നത്, കൊളുത്തിൽ കുരുക്കുന്നത്, ഇവ മൂന്ന് തരത്തിലുള്ള ദുരന്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത്രയൊക്കെ കേട്ട് ശരിക്കും ഒരു നിരാശ തോന്നുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് നമ്മുടെ ഈ രേഖകൾ പറയുന്നുണ്ട്. സാങ്കേതിക വിദ്യയ്ക്ക് ഇവിടെ എന്തു ചെയ്യാൻ കഴിയും? ഭാഗ്യവശാൽ ചില മികച്ച പരിഹാരങ്ങളുണ്ട്. അതിലൊന്നാണ് TEDS, അതായത് ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസുകൾ. പേരിൽ തന്നെയുണ്ട് ആമകളെ ഒഴിവാക്കാനുള്ള ഉപകരണം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വളരെ ലളിതമായ ഒരു സംവിധാനമാണിത്. ട്രോൾ വലകളുടെ അറ്റത്ത് ഒരു മെറ്റൽ ഗ്രിഡ് ഘടിപ്പിക്കുന്നു. വലയിലേക്ക് കയറുന്ന ചെമ്മീൻ പോലുള്ള ചെറിയ ജീവികളുണ്ടല്ലോ, അവ ഈ ഗ്രിഡിന്റെ ഇടയിലൂടെ കടന്നുപോയി വലയുടെ ഉള്ളിലെത്തും. എന്നാൽ ആമകളെപ്പോലുള്ള വലിയ ജീവികൾ ഗ്രിഡിൽ തട്ടി വലയിലുള്ള ഒരു പ്രത്യേക വാതിലിലൂടെ, ഒരു എസ്കേപ്പ് ഹാച്ച് പോലെ, പുറത്തേക്ക് രക്ഷപ്പെടുന്നു. കൊള്ളാം. അതായത് വളരെ ലളിതമായ ഒരാശയം അല്ലേ? വലയ്ക്കകത്ത് ഒരു രക്ഷപ്പെടാനുള്ള വാതില്. പക്ഷേ ഈ ചെറിയൊരു മാറ്റം കൊണ്ട് ആയിരക്കണക്കിന് കടലാമകളുടെ ജീവൻ രക്ഷിക്കാമെന്നോർക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. അടുത്തത് പിങ്കറുകളാണ്. പിങ്കേഴ്സ്. ഗിൽനെറ്റുകളിൽ ഘടിപ്പിക്കുന്ന ചെറിയ ശബ്ദ മുന്നറിയിപ്പ് സംവിധാനങ്ങളാണിവ. ഇത് പുറപ്പെടുവിക്കുന്ന ഒരു ഹൈ ഫ്രീക്വൻസി ശബ്ദം ഡോൾഫിനുകൾക്കും പോർപോയ്സുകൾക്കും കേൾക്കാൻ സാധിക്കും. പക്ഷെ മത്സ്യങ്ങളെ അത് ശല്യപ്പെടുത്തുകയുമില്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ അവ അപകടം മനസ്സിലാക്കി വലയിൽ നിന്ന് അകന്നുപോകുന്നു. കൊള്ളാം. അപ്പോൾ ശബ്ദം കൊണ്ട് ഡോൾഫിനുകളെ രക്ഷിക്കാം. ഇനി മൂന്നാമത്തേത് LED ലൈറ്റുകളാണല്ലോ. വെളിച്ചം കൊണ്ടെങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്? അതാണ് രസകരമായ കാര്യം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഓരോ ജീവിയും വെളിച്ചത്തിനോട് പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഗിൽനെറ്റുകളിൽ ചെറിയ LED ലൈറ്റുകൾ ഘടിപ്പിക്കുന്നത് കടലാമകളെയും കടൽ പക്ഷികളെയും അകറ്റി നിർത്താൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേസമയം നമ്മളെ ലക്ഷ്യം വയ്ക്കുന്ന മത്സ്യങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയുമില്ല. ഓക്കെ, അപ്പോ സാങ്കേതികവിദ്യ മാത്രം പോരല്ലോ, നിയമങ്ങൾക്കും ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ടാവും. ഇന്ത്യയിൽ ഇതിനായി എന്തൊക്കെ നടപടികളാണ് നിലവിലുള്ളതെന്ന് നമ്മുടെ രേഖകൾ പറയുന്നുണ്ട്. അതെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമ ചട്ടക്കൂട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേറ്റവും പ്രധാനം മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധനമാണ്. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏകദേശം ഒരു 47 മുതൽ 52 ദിവസം വരെ യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിന് രാജ്യത്ത് നിരോധനമുണ്ട്. ഓ, അതാണല്ലേ നമ്മൾ ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ സമയത്ത് മീൻ വില കൂടുന്നതും ചില മീനുകൾ കിട്ടാതാവുന്നതും. പക്ഷെ അതിന്റെ പിന്നിൽ മത്സ്യസമ്പത്തിന് വീണ്ടെടുക്കാനും വളരാനും ഒരു അവസരം നൽകുക എന്ന ഇത്രയും പ്രധാനപ്പെട്ടൊരു പാരിസ്ഥിതിക കാരണമുണ്ടെന്ന് പലരും ഓർക്കാറില്ല. തീർച്ചയായും. മറ്റൊന്ന് 1972 വന്യജീവി സംരക്ഷണ നിയമമാണ്. ഈ നിയമത്തിന്റെ ഷെഡ്യൂൾ ഐയിൽ ഉൾപ്പെട്ട തിമിംഗല സ്രാവുകൾ, കടലാമകൾ, ഡുഗോങ്ങുകൾ തുടങ്ങിയ ജീവികളെ പിടിക്കുന്നതിനും കൈവശം വയ്ക്കുന്നതിനും കർശനമായ ശിക്ഷയുണ്ട്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് വലിയൊരു നിയമപരിരക്ഷ നൽകുന്നുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് തടയാനും നിയമങ്ങളുണ്ടല്ലോ. അല്ലേ? ഉണ്ട്. അതിനാണ് മിനിമം ലീഗൽ സൈസ്, അതായത് MLS എന്ന നിയന്ത്രണം. ഓരോ മത്സ്യത്തിനും പിടിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വലിപ്പം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലും ചെറിയ മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് മത്സ്യങ്ങൾക്ക് ഒരു തവണയെങ്കിലും പ്രജനനം നടത്താനുള്ള അവസരം നൽകുന്നു. പിന്നെ ഒഡീഷയിലെ ഗഹിർമാത തീരത്ത് ഒലിവ് റിഡ്ലി ആമകളുടെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രങ്ങളിലൊന്നാണത്. അവിടെ ചെമ്മീൻ ട്രോളറുകളിൽ ടെഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്.
അപ്പോൾ സാങ്കേതികവിദ്യയും ശക്തമായ നിയമങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും. സർക്കാരും ശാസ്ത്രജ്ഞരും അവരുടെ ഭാഗം ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരു ഓഷൻ വാരിയർ ആകാൻ ചില വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. അതെ, ഇതിനൊരു വലിയ ക്യാൻവാസിൽ കണ്ടാൽ മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. അതിലൊന്നാമത്തെ കാര്യം ഗോസ്റ്റ് നെറ്റുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. അതായത് ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന വലകൾ. ഇവ കടലിൽ ഇങ്ങനെ ഒഴുകി നടന്ന് വർഷങ്ങളോളം ജീവികളെ കൊന്നൊടുക്കുമല്ലോ, പ്രേതവലകൾ. അതെ, ഞാൻ ഡൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഉപേക്ഷിക്കപ്പെട്ട വലകൾ കാണാറുണ്ട്. ഒരു ജീവനും അവിടെയില്ലാതെ ഒരു പ്രേത നഗരം പോലെ തോന്നും ആ പവിഴപ്പുറ്റുകൾ കാണുമ്പോൾ. അപ്പോഴാണ് ഈ പ്രശ്നത്തിന്റെ ഭീകരത നമുക്ക് ശരിക്കും മനസ്സിലാവുക. നിങ്ങൾ ഡൈവ് ചെയ്യുമ്പോഴോ കടലിൽ പോകുമ്പോഴോ പവിഴപ്പുറ്റുകളിലോ മറ്റു കുടുങ്ങിക്കിടക്കുന്ന ഇത്തരം വലകൾ കണ്ടാൽ പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൽ തുടരുത്. അത് അപകടകരമാണ്. പകരം അടുത്തുള്ള ഡൈവ് സെന്ററിലോ ബന്ധപ്പെട്ട അധികാരികളെയോ വിവരം അറിയിക്കുക. രണ്ടാമത്തെ നിർദ്ദേശം നമ്മുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചാണ്. സുസ്ഥിരമായി ഭക്ഷണം കഴിക്കുക. ഇത് കേൾക്കുമ്പോൾ വലുതായി തോന്നുമെങ്കിലും വളരെ ലളിതമായി തുടങ്ങാം. നിങ്ങളുടെ പ്ലേറ്റിലേക്ക് എത്തുന്ന മീൻ അത് എങ്ങനെ പിടിച്ചതാണെന്ന് ഒന്ന് ചിന്തിക്കുക. സ്രാവ്, തിരണ്ടി തുടങ്ങിയ ജീവികളെ ഒഴിവാക്കുക, കാരണം അവ ഭക്ഷ്യശൃംഖലയിലെ അതിപ്രധാന കണ്ണികളാണ്. അതുപോലെ ബോട്ടം ട്രോളറുകൾ ഉപയോഗിച്ച് പിടിച്ച മത്സ്യം ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മത്സ്യം വാങ്ങുമ്പോൾ കടക്കാരനോട് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ ഇത് എങ്ങനെ പിടിച്ചതാണ് എന്ന് ചോദിക്കുക. ആ ചോദ്യം തന്നെ ഒരു മാറ്റത്തിന് തുടക്കമിടും. ആ ചോദ്യം ചോദിക്കാൻ നമ്മൾ മടിക്കരുത്. മൂന്നാമത്തെ പോയിന്റ് ഈ പ്രശ്നം രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. നമുക്കെങ്ങനെ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയും? അതിന് തെളിവുകൾ വേണം. നിങ്ങൾ ബൈക്കാച്ചിൽ കുടുങ്ങിയ മൃഗങ്ങളെ കാണുകയാണെങ്കിൽ സുരക്ഷിതമായ അകലം പാലിച്ച് അതിന്റെ ഫോട്ടോകളോ വീഡിയോകളോ എടുക്കുക. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കാനും ശാസ്ത്രജ്ഞർക്ക് പഠനത്തിനുള്ള വിവരങ്ങൾ നൽകാനും സഹായിക്കും. പ്രശ്നമാണ് ബൈക്യാച്ച്. ഇത് കേവലം കുറച്ചു ജീവികളുടെ മരണമല്ല, മറിച്ച് സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയെയും നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. എന്നാൽ സാങ്കേതികവിദ്യ, സർക്കാർ നയങ്ങൾ, പിന്നെ നമ്മുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകളിലൂടെ ഇതിന് പരിഹാരങ്ങളുണ്ട്. നമ്മുടെ ഈ രേഖകളുടെ അവസാന ഭാഗത്ത് പറയുന്നൊരു ചിന്തയുണ്ട്. അത് വളരെ പ്രസക്തമാണ്. സമുദ്രം നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാകും, പക്ഷേ നമ്മുടെ ആർത്തിക്ക് മതിയാവില്ല. നമുക്ക് ശ്രദ്ധയോടെയുള്ള വിവേചനപരമായ മത്സ്യബന്ധനത്തെ പിന്തുണയ്ക്കാം. നമ്മൾ വാങ്ങുന്ന ഓരോ മീനും ഒന്നുകിൽ ഈ വിനാശകരമായ രീതിയെ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ സുസ്ഥിരമായ ഒന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇനി നിങ്ങൾ ചിന്തിക്കാനൊരു കാര്യം തരാം. ഈ ചർച്ച കേട്ടതിന് ശേഷം നിങ്ങൾ അടുത്ത തവണ ഒരു റെസ്റ്റോറന്റിൽ മീൻ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങുമ്പോൾ ഇതെങ്ങനെ പിടിച്ചതാണ് എന്ന് ചോദിക്കാൻ ധൈര്യം കാണിക്കുമോ? ഒരുപക്ഷേ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയില്ലെന്നിരിക്കാം. പക്ഷേ ആ ഒരു ചെറിയ ചോദ്യം പോലും ഉപഭോക്താക്കൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നൊരു സന്ദേശം നൽകാൻ പര്യാപ്തമാണ്. അതൊരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടേക്കാം.